നിങ്ങൾ തന്നെ പറഞ്ഞുണ്ടാക്കുന്ന ഒരു സാധനമാണ്. ഇവിടെ ആരും അന്വേഷിക്കാനൊന്നും പോകുന്നില്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. അല്ല സഖാവേ, ഈ പറഞ്ഞ സാധനം കറക്റ്റാണ്. ഈ പറഞ്ഞത് എവിടെയെങ്കിലും നടപ്പിലായിട്ടുണ്ടെങ്കിൽ അത് കമ്മ്യൂണിസം ഭരിക്കുന്ന രാജ്യങ്ങളിൽ മാത്രമാണ്. ഇനി പറ, ഞാൻ കേക്കട്ടെ. കാസർഗോഡ് ഒരു പാവപ്പെട്ട സ്ത്രീ 2 ദിവസങ്ങൾക്ക് മുമ്പ് കരഞ്ഞു പറയുന്നുണ്ടായിരുന്നു, അവർക്ക് CPM-മാരെ പേടിച്ചിട്ട് അവരുടെ തെങ്ങിൽ നിന്ന് തേങ്ങ ഇടാൻ പോലുള്ള അവസ്ഥയില്ല എന്നുള്ള കാര്യം. അപ്പൊ അവർ ഈ രാജ്യത്ത് പേടിച്ചല്ലേ ജീവിക്കുന്നത്? നിങ്ങൾ സ്വന്തം കണ്ണിലിരിക്കുന്ന ആ കോലം എടുത്ത് കളഞ്ഞിട്ട് മറ്റുള്ളവരുടെ കണ്ണിലേക്ക് നോക്കണം. സാമൂഹ്യക്ഷേമ പെൻഷന്റെ കാര്യം പറയാനില്ല, റോഡുകളുടെ കാര്യം പറയാനില്ല, നിങ്ങൾക്ക് തൊഴിലിന്റെ കാര്യം പറയാനില്ല, വ്യവസായത്തിന്റെ കാര്യം പറയാനില്ല. ഇതൊരു നടക്ക് പോണ മാതിരില്ല. ഞങ്ങൾക്ക് പറയാനുള്ളത് കൃത്യമായിട്ട് പറയുന്നത് കൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് ഇന്ത്യയിലെ ജനം വോട്ട് ചെയ്യുന്നത്. എന്താണോ കാര്യം? വാട്ട് ഇസ് ദ റീസൺ? അല്ല, നിങ്ങളെ മതം നോക്കി അല്ല വോട്ട് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ മലപ്പുറത്ത് ഹിന്ദുവിനെ ക്രിസ്ത്യാനിയെ സ്ഥാനാർത്ഥിയാക്കാൻ കിടക്കുന്നതിനെ കുറിച്ച് എന്താണ് BJP-യുടെ അഭിപ്രായം? അല്ല, ഞാൻ ചോദിച്ചത് നിങ്ങളെ മതം നോക്കി അല്ല വോട്ട് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ മലപ്പുറത്ത് എന്തുകൊണ്ട് ഒരു ഹിന്ദുവിനെ ക്രിസ്ത്യാനിയോ സ്ഥാനാർത്ഥിയാക്കുന്നില്ല? ഉത്തരം പറയൂ. പൊന്നാനിയിൽ എന്തുകൊണ്ട് ഒരു ഹിന്ദുവിനെ ക്രിസ്ത്യാനിയോ നിങ്ങൾ സ്ഥാനാർത്ഥിയാക്കുന്നില്ല? ഉത്തരം പറയൂ. നിങ്ങളെ കോട്ടയത്ത് എന്തുകൊണ്ട് ഒരു ഹിന്ദുവിനെ മുസ്ലിമിനെ സ്ഥാനാർത്ഥിയാക്കുന്നില്ല? പറയൂ. കോട്ടയം പാർലമെന്റിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ചെയ്യുന്നത്? ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കരുത്. നോക്കി അതിന് സ്യൂട്ടാവുന്ന കാൻഡിഡേറ്റിനെ നോക്കി ഇടുന്ന ഒരു പാർട്ടിയാണ് CPM. ആ CPM വന്നിരുന്ന് മറ്റുള്ളവരെ ഉപദേശിക്കരുത്. ഉപദേശിക്കാനുള്ള യാതൊരു യോഗ്യതയും നിങ്ങൾക്കില്ല. ഞങ്ങൾ ഇതുവരെ ജയരാജ സഖാവേ, ഞങ്ങൾ ഇതുവരെ കേരളം ഭരിച്ചിട്ടൊന്നുമില്ല. എന്നിട്ടും ഞങ്ങൾക്ക് 15% വോട്ടുണ്ട്. 35 വർഷം ഭരിച്ച നിങ്ങൾക്ക് അവിടെ 7% വോട്ട് മാത്രമേ ഉള്ളൂ. 1-2 തെരഞ്ഞെടുപ്പ് നിങ്ങൾക്ക് അവിടെ പാർട്ടി തന്നെ ഇല്ല. ഞങ്ങളെ നോക്കി പരിഹസിക്കരുതേ. മിസ്റ്റർ, ഭരണകക്ഷിയാണ്, നിങ്ങൾ ഇതിൽ ദുഃഖിക്കേണ്ടി വരും. ഞങ്ങളുടെ ഏറ്റവും ദുർബലമായ സംസ്ഥാനമാണ് കേരളം. ഞങ്ങൾക്ക് നല്ല നിശ്ചയമുണ്ട്. ഞങ്ങൾക്ക് ഏറ്റവും ദുർബലമായ സംസ്ഥാനത്ത് പോലും ഞങ്ങൾക്ക് നിങ്ങളോട് മുട്ടി നിൽക്കാനുള്ള പൊളിറ്റിക്കൽ ശേഷിയുണ്ട് എന്നുള്ള കാര്യവും നിങ്ങൾ മറന്നു പോകരുത്. നിങ്ങൾ അതിര് കിടക്കുന്നു. നിങ്ങളെ പല സ്ഥലങ്ങളിലും 3-ാം സ്ഥാനത്തേക്ക് പിന്തുടരാനുള്ള ശേഷിയുള്ള പ്രസ്ഥാനം തന്നെയാണ് ഞങ്ങളുടെ ഏറ്റവും ദുർബലമായ കേരളത്തിൽ പോലും ഞങ്ങൾ. അപ്പൊ നിങ്ങൾ അത് മറന്ന് സംസാരിക്കരുത്. കിട്ടിയ ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു.